സുചന്ദ്രനാണ് ഇന്ന് പത്രവാർത്തകൾ പറയാൻ എനിക്കൊപ്പം ഉള്ളത്. സുചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. പത്രത്തിൽ ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ പത്രത്തിൽ നിന്ന് ഇലക്ഷൻ മാത്രമേ ഉള്ളൂ. 4 വലിയ അല്ലേ കേരളത്തിൻ്റെ അടക്കം വന്നിട്ട് മുഴുവൻ സ്പോർട്സിലൊക്കെ ഒന്നോ രണ്ടോ വാർത്ത വന്നാലായി. ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസമൊക്കെയുള്ള ഇലക്ഷൻ വാർത്തകൾ വരുന്ന പത്രം കളക്ടേഴ്സ് സൈറ്റാണല്ലോ. പണ്ടൊക്കെ നമ്മളൊക്കെ എടുത്തു വെക്കാറുണ്ടായിരുന്നു. പിന്നെ എത്രയൊക്കെ ടെലിവിഷൻ നമ്മളൊക്കെ കൊടുക്കുന്ന വാർത്ത കണ്ടാലും പത്രം സമഗ്രമായി വായിച്ചാലേ അതിൻ്റെ ഒരു പരിപൂർണ്ണ ചിത്രം കിട്ടൂ എന്ന് നമുക്കറിയാമല്ലോ. എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാൻ ഒരുപക്ഷെ ടെലിവിഷൻ വാർത്തയിലൊക്കെ സമയം ഉണ്ടാവില്ല. മനോരമയിൽ നിന്ന് തുടങ്ങിയാണ്. മനോരമ അവരുടെ നെയിം പ്ലേറ്റ് തന്നെ, അതായത് അവരുടെ മാസ്റ്റർ ഹെഡ് തന്നെ താഴേക്ക് ഇറക്കിയിട്ട് അതിൻ്റെ മേലെ കൊടുത്തിരിക്കുകയാണ് വിസ്മയത്തിര UDFിന് ചരിത്രം. ഇൻഫോഗ്രാഫിക്സിൻ്റെ കളിയാണ് കേട്ടോ ഇന്നത്തെ എല്ലാ പത്രത്തിലും. അതായത് തിരപ്പുറത്ത് UDF നേതാക്കൾ എല്ലാവരും കൂടി ഇങ്ങനെ സർഫ് ചെയ്ത് വരുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. മനോരമ അതിഗംഭീരമായിട്ട് അത് നൽകിയിട്ടുണ്ട്. നമുക്ക് ഓർമ്മയുണ്ട്, നേരത്തെ പിണറായി വിജയൻ വന്ന സമയത്ത് വിജയ് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് പറക്കുന്ന ഒരു സൂപ്പർമാൻ്റെ പടമായിരുന്നു കൊടുത്തിരുന്നത്. അതിനൊപ്പം അതിന് മീതെയൊക്കെ നിൽക്കുന്ന ആവേശകരമായിട്ടുള്ള UDF പ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ ഭയങ്കര ത്രസിപ്പിക്കുന്ന മുൻപേജ് നൽകിയിരിക്കുന്നു. CPM 67 നിന്ന് 26, CPI 17 നിന്ന് 8, അങ്ങനെ അമ്പലപ്പുഴയിൽ G സുധാകരൻ, പിന്നെ UDF തൂത്തുവാരിയ ജില്ലകൾ ഒക്കെ മുൻപേജിൽ പ്രധാനമായി നൽകിയിട്ടുണ്ട്. അടുത്ത പേജിലും തലക്കെട്ട് പ്രധാന, അതായത് ഇത് ഇത്രയും ആഘോഷമായി മുമ്പിൽ കൊടുക്കുമ്പോൾ അടുത്ത പേജിലേക്ക് വരുമ്പോൾ ഒരു സാധാരണ ഹെഡ്ലൈൻ പോലെയാണ്. 100 എന്ന ഒറ്റ വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അദ്ഭുത വരവിൽ UDF, അടപടലം വീണ് LDF, പിണറായിയുടെ വിജയം ആദ്യ 6 റൗണ്ട് പിന്നിൽ നിന്ന് ശേഷം. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. മുഖ്യമന്ത്രി രാജിവെച്ചു, കത്ത് പ്രത്യേക ദൂതൻ വഴി. അപ്പുറത്ത് സർപ്രൈസ് എൻട്രി. തമിഴ്നാട് തൃശങ്കു സഭയിൽ TVക്ക് ഏറ്റവും വലിയ കക്ഷി മുഖ്യമന്ത്രി ഒറ്റക്കക്ഷി. മുഖ്യമന്ത്രി സ്റ്റാലിനും 15 മന്ത്രിമാരും തോറ്റു എന്നുള്ള തമിഴ്നാട്ടിലെ കാര്യം. 200 കടന്ന് BJP. ബംഗാളിൻ്റെ കാര്യമാണ് താഴെ. തൃണമൂലും മമതയും വീണു എന്നുള്ള കാര്യം അതിനും താഴെ ചെറുതായി. NDAക്ക് ഹാട്രിക്. അസമിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു എന്ന് എല്ലാ പൊതുതെരഞ്ഞെടുപ്പുകളുടെയും റിസൾട്ടിൻ്റെ വാർത്തകളെ അവർ ഈ 100 താഴെയായിട്ട് വിന്യസിക്കുന്നുണ്ട്. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്ന് എല്ലാ പത്രത്തിലും ഇങ്ങനെ തന്നെയാണ്. അതാത് ജില്ലകൾക്ക് വേണ്ടിയിട്ടുള്ള പേജുണ്ട്. ഇപ്പോൾ ഇത് എറണാകുളത്താണ് ഞാൻ നിൽക്കുന്നുള്ളതുകൊണ്ട് എറണാകുളത്ത് ഒരു 2020 കപ്പെടുക്കുന്ന മാതൃകയിൽ 2020 ടീമിലെ അംഗങ്ങളായി എറണാകുളം ജില്ല തൂത്തുവാരിയായിരുന്നല്ലോ. എല്ലാ ജനപ്രതിനിധികളും നിൽക്കുന്നു. മുൻപിൽ VD സതീശൻ നിൽക്കുന്ന ഒരു സപ്ലിമെൻ്റ് പോലെ, പുൾ ഔട്ട് പോലെയുണ്ട്. ഇത് അതാത് ജില്ലകളിൽ അവരവരുടേത് ആയിട്ടുള്ളതുണ്ടാകും. പിന്നെ അടുത്ത പേജിലേക്ക് വന്നാൽ പവർ കട്ട് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. പവർ കട്ടൊക്കെ ഈ ഒരു വലിയ തിരിച്ചടിക്ക് കാരണമായി എന്നുള്ള അർത്ഥത്തിലുമാകാം. പവർ കട്ടായി പോയിരിക്കുന്നു, അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലുമാകാം. തിരിച്ചടിച്ച ഭരണവിരുദ്ധ വികാരം, ഷോക്ക് മാറാതെ CPM, ട്രോഫിയില്ലാതെ ക്യാപ്റ്റൻ, സുധാകര ഷോപ്പിൽ CPM. അങ്ങനെ വാർത്തകളിങ്ങനെ ഇരുന്നൊരു ദിവസം മുഴുവൻ വായിക്കാനുള്ളതുണ്ട്. പ്രത്യേകിച്ച് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട്. തൊട്ടിപ്പുറത്ത് കണ്ണൂർ കലാപം. അണികൾ തിരുത്തി, കോട്ടകൾ തകർന്നു, തിരുത്തി മുന്നോട്ട് പോകും MV ഗോവിന്ദൻ പറഞ്ഞത്. അതായത് മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന വലിയ ബിൽബോർഡ് വീണ് കിടക്കുന്നു. അതിനടിയിൽ പെട്ടുപോയിരിക്കുന്നു പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ. അത് സ്ക്രീനിൽ വരുമെന്ന് കരുതുന്നു. ഭരണവിരുദ്ധതയുടെ സാക്ഷ്യപത്രം എന്ന് പറഞ്ഞ് ഡോക്ടർ വി ഗോപകുമാർ ഇരിക്കുന്നു. കേരള കോൺഗ്രസ് കുതിച്ചു, കേരള കോൺഗ്രസ് കരിഞ്ഞുണങ്ങി. അങ്ങനെ കോർപ്പറേറ്റ് ബാധയ്ക്കാണ് തിരിച്ചടി ഏറ്റത് എന്ന് പറയുന്നു മനോരമ. തുടർന്ന് ഉൾപേജുകളിലൊക്കെ ഇനി മുഖ്യ ചർച്ച. കൈക്കരുത്ത്, വനവാസമല്ല ഇതിഹാസം, ചവിട്ടി കുതിച്ച് ചാണ്ടിയുമ്മൻ, കാണുന്നില്ലേ TP. അങ്ങനെ ഓരോ മണ്ഡലത്തിലെയും വിശദാംശങ്ങൾ, മുഴുവൻ MLA-മാരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും വിശദാംശങ്ങൾ 4 പേജിലായി. ദളപതി യുഗം തമിഴ്നാട്ടിലെ കാര്യം, വങ്കദേശം പിടിച്ചത് പഴുതടിച്ച അടച്ച കരുത്തിൽ എന്നിങ്ങനെ ഇലക്ഷൻ വാർത്തകൾ നിറഞ്ഞ സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു ദിവസത്തെ പത്രം. സാധാരണ ഒരു ദിവസത്തെ പത്രം പിറ്റേ ദിവസത്തേക്ക് ചീഞ്ഞു പോകുമെന്ന് പറയാറുണ്ട്. പക്ഷേ നമുക്ക് ഈ റെഫറൻസിന് വേണ്ടി സൂക്ഷിച്ചു വെക്കാം ഇന്നത്തെ എല്ലാ പത്രങ്ങളും. മാതൃഭൂമിയിലേക്ക് വന്നാൽ 102 സീറ്റ്, ഇതാ വിസ്മയം എന്ന് വിസ്മയപ്പെടുത്തുന്ന ഹെഡ്ലൈനാണ്. കപ്പൽ മുങ്ങിക്കേട്ടോ എന്ന. കപ്പൽ മുങ്ങിക്കേട്ടോയിലാണെന്ന് തോന്നുന്നു നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത്. അതിൽ തുടങ്ങാം. ഭരണവിരുദ്ധ വികാരമേറ്റ് LDF, 26 സീറ്റിൽ ഒതുങ്ങി CPM. ഒരു മുങ്ങുന്ന കപ്പലിൻ്റെ മുനമ്പിൻ്റെ ചിത്രമാണ് ഉള്ളത്. ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ശേഷം DCC ഓഫീസിലെത്തിയ UDF സ്ഥാനാർത്ഥി AD തോമസിനെ KC വേണുഗോപാൽ അഭിനന്ദിക്കുന്ന ചിത്രം. മാരാജി ഭവനിൽ BJPയുടെ വിജയം നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം ആഘോഷിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ എന്നീ 2 വാർത്താ ചിത്രങ്ങൾ. അപ്പുറത്ത് ഇതാ വിസ്മയം. VD സതീശനും രമേശ് ചെന്നിത്തലയും പരസ്പരം സന്തോഷം പങ്കിടുന്ന ഒരു സന്തോഷ ചിത്രം. പരസ്പരം പോരടിക്കുന്നവർന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാവരും പറഞ്ഞ, ഇപ്പോഴും ഒരുപക്ഷെ അങ്ങനെ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ UDF പ്രവർത്തകർക്ക് സന്തോഷവും ആവേശവും പകരുന്ന ചിത്രം. കോൺഗ്രസ് 63, ലീഗ് 22. ബാക്കി ഡീറ്റെയിൽസൊക്കെ അതേമാതിരി തന്നെയാണ് പോകുന്നത്. മാതൃഭൂമിയുടെ 7-ാം പേജിലേക്ക് വന്നാൽ കുത്തിയൊലിച്ച്
കുത്തിയൊലിച്ച് LDF എന്ന ഒരു വാർത്തയുണ്ട്. കുത്തിയൊലിച്ച് LDF, ഒറ്റയാൾ പരാജയം. ഇത് രണ്ടും ഒരു പേജിൻ്റെ ഇരുവശത്തായിട്ടാണ് നൽകിയിരിക്കുന്നത്. പിണറായി വിജയനെ സംബന്ധിച്ചാണെങ്കിൽ അമ്മാതിരി കമൻ്റൊന്നും വേണ്ട, വീട്ടിൽ പോയി പറ, ഡാഷ് മോനെ രേവന്തെ, കടക്ക് പുറത്ത് നിന്ന് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ വിവാദ പരാമർശങ്ങളൊക്കെ കൂടി ചേർത്ത് വച്ചിരിക്കുന്നു. ഈ സമയം പരമാവധി കുറ്റവിചാരണയുടെ രൂപത്തിൽ തന്നെയാണ് മാതൃഭൂമി കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്തൊരു വീഴ്ചയാണേ സഖാവെ, ഇതൊന്നും ചോദിക്കാതിരിക്കാനാവില്ല, പക്ഷേ ഈ പതനം ഒട്ടും തന്നെ അപ്രതീക്ഷിതമായിരുന്നില്ല എന്ന് പറയുന്നു മാതൃഭൂമി. കുത്തിയൊലിച്ച് LDF പോയിരിക്കുന്നു. ലീഡർ സതീശൻ എന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റിലുള്ള വാർത്തകൾ പേജിൻ്റെ 7-8 പേജുകളുടെ 2 വശത്തായി വിന്യസിച്ചിരിക്കുന്നു. വാക്കിൻ്റെ കാവലാൾ, ഇത് ടീം UDF, വോട്ടർമാർ നൽകിയ ചുട്ടപാഠം എന്ന മുഖപ്രസംഗം. അങ്ങനെ പോകുന്നു മാതൃഭൂമിയുടെ വാർത്തകൾ. അടുത്ത പേജിലേക്ക് വന്നാൽ തമിഴ്നാട്ടിൽ വിജയുടെ ചിത്രമുണ്ട്. താൻ റെഡി, താൻ വരവാ, 2 വയസ്സുള്ള പാർട്ടി, 2 പതിറ്റാണ്ടിൻ്റെ പ്രവർത്തനം, TVKക്ക് നിലമൊരുക്കിയത് വിജയ് മക്കൾ ഇയക്കം. ജനനായകൻ ഇനി ഭരണനായകനാണ്. പുതുച്ചേരിയിൽ വീണ്ടും രംഗസ്വാമി വന്നിരിക്കുന്നത്. ബംഗാളിൽ BJPക്ക് ചരിത്ര വിജയം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് മാതൃഭൂമി ആ വാർത്തയും നൽകിയിരിക്കുന്നു. വീക്ഷണത്തിലേക്ക് വന്നാൽ നന്ദി കേരളം, തൂക്കി ത്രിവർണ്ണ കരങ്ങൾ എന്നാണ് വീക്ഷണത്തിൻ്റെ പ്രധാന പേജിൽ വീക്ഷണം നൽകിയിരിക്കുന്നത്. കേരളത്തിൽ ആഞ്ഞടിച്ച് UDF തരംഗം. വീക്ഷണം പത്രം മുഴുവൻ ഇങ്ങനെ UDF വാർത്തകളിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. പിണറായി ഭരണത്തെ കേരളം തൂത്തെറിഞ്ഞു, UDFൻ്റെ ചരിത്ര മുന്നേറ്റം, അങ്ങനെ പോകുന്നു. ചന്ദ്രിക എടുത്താൽ ചന്ദ്രിക കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തുടനീളം കാണിച്ച ആവേശം നമുക്കറിയാം. പലവട്ടം പ്രസ് സ്റ്റോപ്പിൽ പറഞ്ഞതാണ് കേരളം തൂക്കി UDF എന്ന്. മുൻപേജിൽ ലീഗ് നേതാക്കൾ ലീഗ് ഹൗസിന് മുമ്പിൽ നിൽക്കുന്ന ചിത്രമാണ് മുമ്പിൽ തന്നെ നൽകിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ 2 വിജയക്കൊടി നാട്ടി മുസ്ലിം ലീഗ് എന്നുള്ള തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ കിട്ടിയ വാർത്തയും അതോടൊപ്പം തന്നെയുണ്ട്. ഹരിതാഭം എന്ന് പറഞ്ഞ് പച്ചയിൽ കുളിച്ചു നിൽക്കുന്നു ചന്ദ്രികയുടെ പിൻപേജ്. ദേശാഭിമാനിയിലേക്ക് വന്നാൽ ശോകമൂകമാണ് എന്ന് ദേശാഭിമാനിയുടെ അവസ്ഥ. LDF 35, NDA 3, UDFന് ജയം എന്ന് സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നു. അല്ലാതെ ദേശാഭിമാനി എന്തു ചെയ്യും? പോരായ്മകൾ തിരുത്തും, ആഴത്തിൽ പരിശോധിക്കും എന്ന് CPIM പറയുന്ന വാർത്ത അതിനോടൊപ്പം തന്നെയുണ്ട്. പരാജയം അപ്രതീക്ഷിതമാണ്, LDFനുണ്ടായ പരാജയം അപ്രതീക്ഷിതമാണ്, പക്ഷേ അത് അംഗീകരിക്കുന്നു, തിരുത്തും എന്നൊക്കെ പറയുന്ന വാർത്ത അതിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കുന്നു. പ്രതിരോധം തകർന്നു എന്ന മട്ടിലാണ് മറ്റ് സ്ഥലങ്ങളിലെ, അതായത് ബംഗാളിലെയും തമിഴ്നാട്ടിലെയും വാർത്തകൾ ഒറ്റത്തലക്കെട്ടായി കൊടുത്തിരിക്കുന്നു. വിജയ് തരംഗം തമിഴ്നാട്ടിൽ തൂക്കുസഭ, ബംഗാളിൽ മമത വീണു എന്ന് പറയുന്നു. ഒപ്പം 5-ാം പേജിൽ തിരിച്ചടി ആദ്യമല്ല, കൊടുങ്കാറ്റായി തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് മുൻകാലങ്ങളിലെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇനി മാധ്യമത്തിലേക്ക് വന്നാൽ തരംഗക്കടൽ എന്നാണ് ഏറ്റവും മികച്ച ഇൻഫോഗ്രാഫിക്സ് കൊടുത്തത്. എൻ്റെ ഒരു നോട്ടത്തിൽ ഇന്ന് മാധ്യമമാണെന്ന് തോന്നുന്നു. 2 പേജിലായി ബ്ലീഡ് ചെയ്ത് കിടക്കുന്നതാണ്. അത് ഈ പേപ്പർ എടുത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു പൂർണ്ണമായിട്ട് വരാത്തത്. തരംഗക്കടൽ നോക്കൂ, 2 പേജിലായി ഒരു കപ്പൽ വരുന്നു. അങ്ങനെ പരാജയപ്പെട്ടാൽ തൻ്റെ പരാജയമെന്നും ജയിച്ചാൽ മുന്നണി ജയമെന്നും പ്രഖ്യാപിച്ച VDക്ക് കിട്ടിയ വലിയ വിജയം എന്ന തരത്തിൽ തന്നെ പോകുന്നു. ക്യാപ്റ്റൻ്റെ പതനം എന്ന് പറഞ്ഞ് 7-ാം പേജിൽ പിന്തിരിഞ്ഞ് നടക്കുന്ന പിണറായി വിജയനെ കാണാം. മിന്നൽ പിണറായി അധികാരത്തിലേക്ക് വന്ന പിണറായി വിജയൻ ഒടുവിൽ നിരായുധനായി മടങ്ങുന്നു. പിണറായിയുടെ പ്രതാപകാലത്ത് മിന്നൽ പിണറായി എന്നുള്ള തലക്കെട്ടിൻ്റെയൊക്കെ നമ്മൾ ഓർത്തിട്ടുണ്ട്. താഴെ നുണേശൻ എന്ന പരിഹാസത്തിന് നൂറേശൻ എന്ന മാധ്യമം തിരിച്ച് മറുപടി നൽകുന്നു. ജന്മഭൂമി കൂടി എടുക്കാതിരിക്കാനാവില്ല. രാജീവം രാജകീയം എന്നാണ് പറയുന്നത്. നിയമം BJP തിരിച്ചുപിടിച്ചു, കഴക്കൂട്ടത്തും ചാത്തന്നൂരും ചരിത്ര വിജയം എന്ന് പറയുന്നു. ജന്മഭൂമിയുടെ അടുത്ത പേജിൽ ഗംഗോത്രി മുതൽ ഗംഗാസാഗർ വരെ താമര, വിഭജന രാഷ്ട്രീയത്തെ പുറത്താക്കി മോദി. അത് സാധാരണ ജന്മഭൂമി BJPയും പരിവാർ പ്രവർത്തകരും ഉപയോഗിക്കാറുള്ള ഒരു പ്രയോഗമാണ്. ഗംഗോത്രി മുതൽ ഗംഗാസാഗർ വരെ. താഴെ കമ്മ്യൂണിസ്റ്റ് ഭരണം പൂർണ്ണമായും നിലച്ചു എന്നുള്ളതും 1-ാമത്തെ പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നു. LDFന് വൻ തോൽവി, പിണറായി വിജയന് കടുത്ത പ്രഹരം. 11-ാം പേജിൽ ഹിന്ദു വിരുദ്ധർക്ക് പടുകുഴി എന്ന് പറഞ്ഞിട്ട് 3 നേതാക്കളുടെയും, അതായത് പിണറായി വിജയൻ, സ്റ്റാലിൻ, മമതാ ബാനർജി, ഇവർ 3 ദുഃഖിച്ചു നിൽക്കുന്ന ഒരു ചിത്രവും ഹിന്ദു വിരുദ്ധർക്ക് പടുകുഴി എന്നാണ് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കണം. ജനയുഗം വലിയ ആവേശത്തിനും മറ്റൊന്നും പോയിട്ടില്ല. ആവേശത്തിന് പോകാൻ പറ്റില്ലല്ലോ. ജനയുഗത്തിന് CPI മന്ത്രിമാർക്കൊക്കെ അത്യാവശ്യം പെർഫോമൻസ് ഉണ്ടെങ്കിലും സ്ട്രൈക്ക് റേറ്റ് CPMനെ അപേക്ഷിച്ച് കൂടുതലാണെങ്കിൽ പോലും ഭരണം പോയിരിക്കുകയല്ലേ. സംസ്ഥാനത്ത് UDF എന്ന 2 വരിയിൽ മാത്രം അവർ നിൽക്കുന്നു. തമിഴ്നാട്ടിൽ TVK അട്ടിമറി, ബംഗാൾ പിടിച്ച് BJP. ജനയുഗം സാധാരണ അങ്ങനെ തന്നെയാണ് വാർത്തകൾ കൈകാര്യം ചെയ്യാറ്. കേരളകൗമുദി ഇനി തലക്കെട്ടുകൾ മാത്രം എടുത്തു പോയാൽ, 1-ാം പേജ് മാത്രം എടുത്തു പോയാൽ കേരളകൗമുദിയിൽ വിസ്മയ തരംഗം. പഴയ വിജയ് സൂപ്പർ എന്ന പിണറായി വിജയൻ വന്ന സമയത്ത്, 2-ാം ടൈമിൽ വന്ന സമയത്തെ മനോരമയുടെ മുൻപേജിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഇൻഫോഗ്രാഫിക്സ്. ദീപികയിലേക്ക് വന്നാൽ വിസ്മയവിധി തൂക്കി 102 കരങ്ങളോടെ എന്നാണ് ദീപിക പറയുന്നത്. മംഗളത്തിൻ്റെ തലക്കെട്ട് കടന്നുപോയെന്ന് തോന്നുന്നു. 102 വെട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സുപ്രഭാതത്തിലേക്ക് കൂടി വന്നാൽ പെട്ടെന്ന്
ഐക്യക്കപ്പൽ മനോഹരമായ ഇൻഫോഗ്രാഫിക്സ് ആണ്, വളരെ അതിമനോഹരമായി ചെയ്തിട്ടുണ്ട് സുപ്രഭാതത്തിൻ്റെ മുൻ പേജ്. ഇതിലെല്ലാം ഉള്ളിൽ നിറയെ വാർത്തകളാണ് കേട്ടോ. എല്ലാം നമ്മുടെ പ്രസ് സ്റ്റോപ്പിൻ്റെ സമയപരിധിക്കുള്ളിൽ നിന്ന് പറയാനാവില്ലല്ലോ. സിറാജ് എടുത്താൽ മഹാവിസ്മയം എന്നാണ് സിറാജിൻ്റെ തലക്കെട്ട് നൽകിയിരിക്കുന്നത്. മെട്രോ വാർത്ത കൂടി, സാധാരണ നമുക്ക് മെട്രോ വാർത്തയൊന്നും എടുക്കാനുള്ള സമയം കിട്ടാറില്ല, ഇന്ന് എല്ലാ പത്രങ്ങളും ഒന്ന് പരാമർശിച്ച് പോകണമെന്ന് കരുതിക്കൊണ്ടാണ്. വലിയ വാചോടാപങ്ങൾക്ക് മുതിർന്നില്ല. തരംഗം എന്ന ഒറ്റവാക്കിൽ കേരളത്തിൻ്റെ ഈ കക്ഷിനിലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഇൻഫോഗ്രാഫിക്സ് കൂടി ചേർത്ത് വെച്ചിട്ട് മെട്രോ വാർത്ത അവസാനിപ്പിക്കുന്നു. പത്രത്തിനുള്ളിൽ നിറയെ വാർത്തകളാണ്, ഒരു ദിവസം മുഴുവൻ ഇരുന്ന് വായിക്കാനുള്ളതുകൊണ്ട് ബാക്കി നേരിട്ട് വായിക്കുക അല്ലേ സേതു?